ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ലോകത്തിലെ മനുഷ്യരുടെ വൈവിധ്യം എന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിപരമായ ഇച്ഛയാണ്. ഖുർആൻ പറയുന്നു, നിങ്ങളെ നാം വിവിധ വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇസ്ലാം ബഹുസ്വരതയെ കേവലം സഹിക്കലായി കാണുന്നില്ല, മറിച്ച് അതിനെ അംഗീകരിക്കുന്ന ഒരു സമീപനമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. മതത്തിൽ ബലപ്രയോഗമില്ല. വിശുദ്ധ ഖുർആൻ 2:256 എന്ന വചനം ഈ അടിസ്ഥാനത്തെ ഊട്ടിയുറപ്പിക്കുന്നു. മദീനയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ച രാഷ്ട്രത്തിൽ മുസ്ലിംകളും യഹൂദരും മറ്റ് വിഭാഗക്കാരും ഒന്നിച്ച് ജീവിച്ചു. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. ഓരോരുത്തർക്കും അവരുടെ മതവിശ്വാസമനുസരിച്ച് ജീവിക്കാൻ ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നു. ഇസ്ലാമിലെ ഏറ്റവും ഉയർന്ന മൂല്യങ്ങളിലൊന്നാണ് നീതി. ഇത് ഭരണാധികാരികൾക്ക് മാത്രമല്ല, ഓരോ വ്യക്തിക്കും സമൂഹത്തോടുള്ള ബാധ്യതയാണ്. ഖുർആൻ ശക്തമായി ആവശ്യപ്പെടുന്നു, വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കുക, നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരും. നീതി എന്നത് മുസ്ലിമിനോടും അമുസ്ലിമിനോടും സുഹൃത്തിനോടും ശത്രുവിനോടും ഒരുപോലെ കാണിക്കേണ്ട ഒന്നാണ്. ശത്രുത പോലും നീതിയിൽ നിന്ന് വ്യതിചലിക്കാൻ കാരണമാകരുത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇസ്ലാമിലെ സക്കാത്ത്, പലിശ നിരോധനം തുടങ്ങിയ നിയമങ്ങൾ സമൂഹത്തിൽ സാമ്പത്തിക നീതി ഉറപ്പാക്കാനും ദരിദ്രരെ സഹായിക്കാനും ലക്ഷ്യമിടുന്നു. ഭരണം നടത്തുന്നത് കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നു. ഇസ്ലാം എന്ന വാക്കിന്റെ മൂലപദങ്ങളിലൊന്ന് സമാധാനം അഥവാ സലാം ആണ്. മുസ്ലിങ്ങൾ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് പോലും അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്നാണ്. ദൈവത്തിന് കീഴടങ്ങുന്നതിലൂടെ ലഭിക്കുന്ന ആന്തരികമായ ശാന്തതയാണ് ഇസ്ലാം ലക്ഷ്യമിടുന്നത്. ഇസ്ലാം യുദ്ധത്തെ അനിവാര്യമായ അവസാനത്തെ മാർഗമായി മാത്രമേ കാണുന്നുള്ളൂ. സമാധാനപരമായ പരിഹാരങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകേണ്ടത്. ബഹുസ്വരതയെ അംഗീകരിക്കുന്നത് നീതിക്ക് അനിവാര്യമാണ്. നീതിയാണ് ശാശ്വതമായ സമാധാനത്തിലേക്ക് നയിക്കുന്നത്. ഇസ്ലാമിക തത്വങ്ങൾ ഈ 3 മഹത്തായ ആശയങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ച് ലോകത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിക്ക് അടിത്തറയിടുന്നു. വ്യത്യാസങ്ങൾ നമ്മെ വേർതിരിക്കുന്നതല്ല, അവ നമ്മെ കൂടുതൽ സമ്പന്നരാക്കുന്നു, പരസ്പരം മനസ്സിലാക്കാൻ സഹായിക്കുന്നു.